മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സീബ്ര ലൈൻ മാഞ്ഞുപോയത് റോഡ് മുറിച്ചു കടക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിനയാവുന്നു. നൂറുകണക്കിന് കുട്ടികൾ ദിനംപ്രതി ഇരുവശത്തേക്കുമായി റോഡ് മുറിച്ചു കടക്കാൻ ആശ്രയിക്കുന്ന KNG റോഡിലെ നിലമ്പൂർ ജനതപ്പടിയിലുള്ള സീബ്ര ലൈനാണ് കാലങ്ങളായി മാഞ്ഞു കിടക്കുന്നത്. 15 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ 29കാരനായ പ്രതിയെ 24 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. പോത്തുകല്ല് ഇരുട്ടുകുത്തി കോളനിയിലെ മനോജിനാണ് നിലമ്പൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത്. ATM ഇടപാടുകൾക്ക് ഇനി ചാർജ് ഏറും. കോൺഫെഡറേഷൻ ഓഫ് ATM ഇൻഡസ്ട്രി ഇന്റർചേഞ്ച് ഫീ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് RBIയെയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെയും സമീപിച്ചതോടെയാണ് ചാർജ് വർധനയ്ക്ക് കളമൊരുങ്ങിയത്. വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനവുമായി ഹരിതകാന്തി നിലമ്പൂർ നഗരസഭ 32ാം ഡിവിഷൻ LIC റോഡിലെ ഓവുചാൽ വൃത്തിയാക്കി. ലോക രക്തദാതാ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടന്നു. വാർത്തകൾ വിശദമായി. സീബ്ര ലൈൻ മാഞ്ഞുപോയത് റോഡ് മുറിച്ചു കടക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിനയാവുന്നു. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ, ലിറ്റിൽ ഫ്ലവർ സ്കൂൾ, മജ്മ സ്കൂൾ, പ്രദേശത്തെ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നൂറുകണക്കിന് കുട്ടികൾ ദിനംപ്രതി ഇരുവശത്തേക്കുമായി റോഡ് മുറിച്ചു കടക്കാൻ ആശ്രയിക്കുന്ന KNG റോഡിലെ നിലമ്പൂർ ജനതപ്പടിയിലുള്ള സീബ്ര ലൈനാണ് കാലങ്ങളായി മാഞ്ഞുകിടക്കുന്നത്. അന്തർ സംസ്ഥാന പാതയായതിനാൽ സ്കൂൾ സമയങ്ങളിൽ നൂറുകണക്കിന് കുട്ടികൾ ബസ് കാത്തു നിൽക്കുകയും റോഡ് മുറിച്ചു കടക്കുകയും ചെയ്യുന്ന ഇവിടം എപ്പോഴും വാഹനങ്ങളുടെ തിരക്കാണ്. റോഡ് നവീകരണ പ്രവൃത്തി നടക്കാനിരിക്കുന്നത് മൂലമാണ് റോഡിൽ അറ്റകുറ്റപ്പണികളോ സീബ്ര ലൈനുകളോ വരയ്ക്കാത്തത് എന്നാണ് അധികൃതരുടെ വാദം. തിരക്കേറിയ പാതയായതിനാൽ അപകട സാധ്യത ഏറെയുള്ള ഈ ഭാഗത്ത് താൽക്കാലികമായെങ്കിലും സീബ്ര ലൈൻ തെളിയിച്ച് വരയ്ക്കണമെന്നും കൂടുതൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാരും രക്ഷിതാക്കളും പറയുന്നു. നിലമ്പൂരിലെ സ്കൂളുകളുള്ള മറ്റിടങ്ങളിലും സ്ഥിതി സമാനമാണ്. സ്കൂളുകൾക്കടുത്തുള്ള ബസ് സ്റ്റോപ്പുകളിൽ ബസ് ഇറങ്ങുന്നതും ബസ് കയറുവാൻ നിൽക്കുന്നതുമായ വിദ്യാർത്ഥികളിൽ പലരും കൂട്ടം കൂടി റോഡിലേക്ക് കയറി നിൽക്കുന്നതും റോഡുകളിലൂടെ കൂട്ടമായി നടക്കുന്നതും സീബ്ര ലൈനിൽ കൂടെയല്ലാതെ റോഡ് മുറിച്ച് കടക്കുന്നതുമെല്ലാം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിക്കുവാനും ട്രാഫിക് സിഗ്നലുകൾ ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും വ്യക്തമായി കാണുന്ന വിധത്തിൽ തെളിവോടെ നിലനിർത്തുവാനും റോഡുകൾ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുവാനും അധികാരികൾ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 15 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ 29കാരനായ പ്രതിയെ 24 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. പോത്തുകല്ല് ഇരുട്ടുകുത്തി കോളനിയിലെ മനോജിനാണ് നിലമ്പൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് KP ജോയ് ശിക്ഷ വിധിച്ചത്. 15 വയസ്സുള്ള അതിജീവിതയായ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വീട്ടുമുറ്റത്ത് നിന്നും കുട്ടിയെ ലൈംഗികമായ അതിക്രമത്തിന് വിധേയമാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ബലമായി പിടിച്ചുകൊണ്ടുപോയി അതിജീവിതയുടെ വീടിന് സമീപത്തുള്ള പുഴയുടെ തീരത്ത് വെച്ച് പ്രതി ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ സംഭവത്തിൽ പോത്തുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിക്കാണ് വിവിധ വകുപ്പുകളിലായി 24 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴ അടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം 3 മാസം സാധാരണ തടവിനും ശിക്ഷ വിധിച്ചത്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. ജയിലിൽ കിടന്ന കാലം ശിക്ഷയായി പരിഗണിക്കും. പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുന്നതാണ്. കൂടാതെ മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിനുമായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പോത്തുകല്ല് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന നെൽവിൻ ആണ് കേസ് രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തിയത്. പോത്തുകല്ല് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ശ്രീനിവാസൻ KT കേസ് അന്വേഷണം പൂർത്തീകരിച്ചു. പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം K ഫ്രാൻസിസ് ഹാജരായി. പ്രോസിക്യൂഷനു വേണ്ടി 20 സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും 28 രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ്. പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ PC പ്രോസിക്യൂഷനെ സഹായിച്ചു.
പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ATM ഇടപാടുകൾക്ക് ഇനി ചാർജേറും. കോൺഫെഡറേഷൻ ഓഫ് ATM ഇൻഡസ്ട്രി ഇന്റർചേഞ്ച് ഫീ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് RBIയെയും നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെയും സമീപിച്ചതോടെയാണ് ചാർജ് വർധനയ്ക്ക് കളമൊരുങ്ങിയത്. ഇന്റർചേഞ്ച് ഫീസ് 23 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് കോൺഫെഡറേഷൻ ഓഫ് ATM ഇൻഡസ്ട്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാർഡ് ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് ബാങ്കുകൾ തമ്മിൽ ഈടാക്കുന്ന നിരക്കാണ് ഇന്റർചേഞ്ച് ഫീസ്. അക്കൗണ്ടുള്ള ബാങ്കിലെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് മറ്റൊരു ബാങ്കിന്റെ ATM കൗണ്ടറിൽ നിന്നും ഉപഭോക്താവ് പണം പിൻവലിച്ചാൽ ഡെബിറ്റ് കാർഡ് നൽകിയ ബാങ്ക് പണം പിൻവലിക്കപ്പെട്ട ATMന്റെ ഉടമസ്ഥരായ ബാങ്കിന് നിശ്ചിത തുക നൽകണം. ഇതാണ് ഇന്റർചേഞ്ച് ഫീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ വർധന വേണമെന്നാണ് ഇപ്പോഴുള്ള ആവശ്യം. 2021 അവസാനമായി ഇന്റർചേഞ്ച് ഫീസ് കൂട്ടിയത്. അന്ന് 15 രൂപയിൽ നിന്നും 17 രൂപയാക്കിയാണ് ഉയർത്തിയത്. ഇന്റർചേഞ്ച് ഫീസായി പരമാവധി ഈടാക്കാവുന്ന തുക 20 നിന്നും 21 രൂപയായും വർദ്ധിച്ചിരുന്നു. നിലവിൽ സൗജന്യ ATM ഇടപാടുകൾക്ക് ബാങ്കുകൾ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. മെട്രോ നഗരങ്ങളിൽ പരമാവധി 5 ATM ഇടപാടുകൾ വരെ നടത്താം. മറ്റ് ബാങ്കുകളുടെ ATMകളിലാണെങ്കിൽ പരമാവധി 3 ഇടപാടുകൾ മാത്രമേ സൗജന്യമായി നടത്താനാവൂ. വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനവുമായി ഹരിതകാന്തി നിലമ്പൂർ നഗരസഭ 32ാം ഡിവിഷനിൽ LIC റോഡിലെ ഓവുചാൽ വൃത്തിയാക്കി. നിലമ്പൂർ നഗരസഭയിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് 32ാം ഡിവിഷനിലെ LIC റോഡിലെ ഓവുചാൽ വൃത്തിയാക്കിയത്. 2 ദിവസമായി നടന്ന പ്രവൃത്തിക്ക് വാർഡ് കൗൺസിലർ വിഷ്ണു വാളക്കുളം നേതൃത്വം നൽകി. നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, നഗരസഭ കൗൺസിലർ ഗോപാലകൃഷ്ണൻ, നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വിനോദ്, ഹരിതകാന്തി നോഡൽ ഓഫീസർ RP സുബ്രഹ്മണ്യൻ എന്നിവർ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ലോക രക്തദാതാ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടന്നു. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു. ചടങ്ങിൽ DMO R രേണുക അധ്യക്ഷയായി. നോർത്ത് DFO കാർത്തിക് മുഖ്യാതിഥിയായി. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള രക്തബാങ്ക് സൗകര്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയതിനെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഭിനന്ദിച്ചു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് TN പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ KK രക്തദാനം പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ അരുമ ജയകൃഷ്ണൻ, DSO ഡോക്ടർ ഷുബിൻ C, ജില്ലാ മാസ് മീഡിയ ഓഫീസർ P രാജു, നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഷോർട്ട് ഫിലിം മത്സരത്തിൽ മമ്പാട് DGMM ES കോളേജ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2ാം സ്ഥാനം ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജ് കോട്ടക്കലും 3ാം സ്ഥാനം SSM PTC തിരൂരും സ്വന്തമാക്കി. സമ്മാനാർഹമായ ഷോർട്ട് ഫിലിമുകളുടെ പ്രദർശനവും നടത്തി. ഷോർട്ട് ഫിലിം മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം നോർത്ത് DFO കാർത്തിക് നിർവഹിച്ചു. ചടങ്ങിൽ സന്നദ്ധ രക്തദാതാക്കളെയും സംഘടനകളെയും ആദരിച്ചു. കാശ്മീരിൽ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തീർത്ഥാടകർക്ക് ഭാരതീയ ജനതാ പാർട്ടി എടക്കര പഞ്ചായത്ത് കമ്മിറ്റി ആദരാഞ്ജലികൾ അർപ്പിച്ചു. പരിപാടി ഗാന്ധി പ്രതിമയുടെ മുൻപിൽ മെഴുകുതിരി പ്രകാശിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി തോമസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുധീഷ് ഉപ്പട, മണ്ഡലം ജനറൽ സെക്രട്ടറി ദീപു രാജഗോപാലൻ, NC ബിജു എന്നിവർ സംസാരിച്ചു. BJP എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ UDF മുനിസിപ്പൽ കമ്മിറ്റി നേതൃസംഗമവും രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ ഭൂരിപക്ഷം നേടിയ പാത്തിപ്പാറ, പാടിക്കുന്ന്, ചന്തക്കുന്ന് ബൂത്തുകളിലെ UDF പ്രവർത്തകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. ഭരണത്തിനെതിരായ വിധിയെഴുത്താണ് നിലമ്പൂരിൽ നടന്നതെന്ന് നേതൃസംഗമം വിലയിരുത്തി. നേതൃസംഗമം KPCC സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മളെക്കാളും വലിയ പബ്ലിസിറ്റി ആനിരാജ് നടത്തിയത്. ഇവിടെ എല്ലാവരും പറഞ്ഞ ആനിരാജ് എങ്ങനെ നിർത്തുന്ന ഫോട്ടോ 6 ദിനങ്ങളിലെ കട്ടൗട്ടുണ്ട്, നമുക്കൊന്നുമില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആക്ഷേപങ്ങളായിരുന്നു നമ്മുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒരു കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലായി, നിലമ്പൂരിന്റെ മനസ്സെവിടെയാണെന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ വായിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് വളരെ കൃത്യമായി ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കൂടി നമുക്കതിനെ അനുകൂലമാക്കിയെടുക്കാൻ എന്ത് സ്ട്രാറ്റജി സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്.
UDF മുനിസിപ്പൽ ചെയർമാൻ അബ്ദുട്ടി പൂളയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. UDF നിലമ്പൂർ മുനിസിപ്പൽ കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി. A. ഗോപിനാഥ് ഇലക്ഷൻ വിശകലനം നടത്തി. നാന്ദിക്കുട്ടി കൂമഞ്ചേരി, MK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൗൺസിലർമാരായ ഡേസി ടീച്ചർ, സാലി ബിജു, ശ്രീജ വെട്ടത്തെഴുത്ത്, രാജലക്ഷ്മി, റസിയ, നേതാക്കളായ ചെറിയാൻ PT, സുരേഷ് പാത്തിപ്പാറ, ഉമ്മർ കോയ CT, സൈഫു എനാന്തി എന്നിവർ നേതൃത്വം നൽകി. മൂർഖൻ പാമ്പിനെ പിടികൂടി. 5-ാം മൈൽ ആനമുണ്ട കടങ്ങയത്ത് മനോജിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നുമാണ് മൂർഖനെ പിടികൂടിയത്. പാമ്പ് പിടിക്കാൻ ലൈസൻസുള്ള പാമ്പ് പിടുത്ത വിദഗ്ധൻ കൂറ്റമ്പാറ അഷ്റഫാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ RRT ഫോറസ്റ്റിന് കൈമാറും. വഴിക്കടവ് വള്ളിക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആചാര്യവരണത്തോടെ ഭാഗവത സപ്താഹ യജ്ഞത്തിനും തുടക്കം കുറിച്ചു. യജ്ഞാചാര്യൻ പയ്യന്നൂർ ശ്രീ പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരിയാണ് സപ്താഹ യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത്. സപ്താഹ അവസാനം പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തന്ത്രി UC നാരായണൻ നമ്പൂതിരി നേതൃത്വം നൽകും. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് 20-ന് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് റിട്ടയർഡ് DJP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പ്രഭാഷണം നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.